ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചികിത്സാ പിഴവ് ആരോപിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. ശിഖ സുരേന്ദ്രൻ തൃശൂർ കളക്ടറാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ തുടക്കം. നാളെ വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാളെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പാർക്ക് തുറന്നുകൊടുക്കും. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയുമാണ് മോഷണം പോയത്. തൃശൂർ സെക്ടൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സന്തോഷം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്ത് ആദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. വാർത്തകളിലേക്ക് വിശദമായി. ആരോഗ്യമേഖലയിലെ അനാസ്ഥയ്ക്കെതിരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം യുവാവിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ചും ആരോഗ്യമേഖലയിൽ നിരന്തരം സംഭവിക്കുന്ന വീഴ്ചകൾക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് മെഡിക്കൽ കോളേജിന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. വീണ ജോർജിന്റെ ശരീരത്തിന് ഒരു പോറലും ഉണ്ടായിട്ടില്ല. കറുത്ത തുണി പോയിട്ട് ഒരു നൂലിഴ പോലും അവരുടെ ശരീരഭാഗങ്ങളിൽ തട്ടിയിട്ടില്ല. നമുക്കറിയാം. പോലീസുകാരെ വകഞ്ഞു മാറി യൂത്ത് കോൺഗ്രസിന്റെയും KSU പ്രവർത്തകന്മാരെയും വെല്ലുവിളിക്കുന്ന KSU പ്രവർത്തകന്മാരോട് ധിക്കാരത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നാടകം നമ്മൾ കണ്ടില്ലേ? വീണ ജോർജിന്റെ ശരീരത്തിൽ ഏതെങ്കിലും KSUക്കാരനോ യൂത്ത് കോൺഗ്രസുകാരനോ ഒന്ന് സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷോട്ട് അത് CCTVയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ വീണ ജോർജിനെ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസുകാരനോ KSUക്കാരനോ ആക്രമിക്കാനോ കയ്യേറ്റം ചെയ്യാനോ തൊടാനോ ഒന്ന് ശ്രമിച്ചതിന്റെ ഒരു ഷോട്ട് കാണിച്ചു തന്നാൽ ഞങ്ങൾ ഈ പരിപാടി നിർത്താം. ആരോഗ്യവകുപ്പിലെ വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ടു പോകാൻ പ്രവർത്തകർ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. TCV ന്യൂസ് തൃശൂർ.
തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കാസർഗോഡ് ജില്ലാ കളക്ടറായി നിയമിച്ചു. ശിഖ സുരേന്ദ്രൻ തൃശൂർ ജില്ലാ കളക്ടറാകും. നിലവിൽ ടൂറിസം ഡയറക്ടറാണ് ശിഖ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ മികച്ച ജില്ലാ കളക്ടറെ തെരഞ്ഞെടുത്ത് ഏതാനും ദിവസങ്ങൾക്കകമാണ് അർജുൻ പാണ്ഡ്യനെ സ്ഥലം മാറ്റുന്നത്. എറണാകുളം സ്വദേശിനിയായ ശിഖ സുരേന്ദ്രൻ നേരത്തെ തൃശൂരിൽ ജില്ലാ വികസന കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ രാത്രി കൊടിയേറും. കുംഭമാസത്തിൽ 10 ദിവസങ്ങളിലായാണ് ഗുരുവായൂരിൽ ഉത്സവം ആഘോഷിക്കുന്നത്. നാളെ രാവിലെ ആനയില്ലാതെ ശീവേലി നടത്തും. ഗുരുവായൂരപ്പന് സ്വന്തമായി ആനയില്ലാതിരുന്ന കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ആനയില്ലാ ശീവേലി. നാളെ ഉച്ചതിരിഞ്ഞ് 3-നാണ് പ്രസിദ്ധമായ ആനയോട്ടം നടക്കുക. രാത്രി ക്ഷേത്ര ധ്വജസ്തംഭത്തിൽ കൊടി ഉയർത്തുന്നതോടെ ഉത്സവത്തിന് തുടക്കമാകും. മാർച്ച് 9-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കൃഷ്ണനാരായണൻ, ബാലു, രവികൃഷ്ണൻ എന്നീ ആനകളാണ് മുൻനിരയിൽ ഓടുക. സിദ്ധാർത്ഥൻ, ഗോപികൃഷ്ണൻ എന്നീ ആനകൾ കരുതലായി ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന ആനയോട്ടത്തിൽ ഇത്തവണ 11 ആനകളാണ് പങ്കെടുക്കുന്നത്. ഇതിൽ നിന്ന് നേരത്തെ തീരുമാനിച്ച 5 ആനകളുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിലിട്ടാണ് നറുക്കെടുത്തത്. ക്ഷേത്രത്തിൽ ബ്രഹ്മകലശത്തിന് ശേഷം കിഴക്കേ ഗോപുര നടയിൽ നടന്ന ചടങ്ങിൽ ദർശനത്തിനെത്തിയ പട്ടാമ്പി, പള്ളിപ്പുറം, കൈപ്പറമ്പ് വീട്ടിൽ സുധീഷിന്റെ മക്കളായ ശിവന്തിക, ശിവാഞ്ജലി എന്നീ കുട്ടികളാണ് നറുക്കെടുത്തത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, കെ പി വിശ്വനാഥൻ, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ആനയോട്ട സബ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷ്ണനാരായണൻ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 ദിവസങ്ങളിലായി നടന്നുവരുന്ന കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളി കുംഭങ്ങൾ, 26 സ്വർണ്ണ കുംഭങ്ങൾ എന്നിവ കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു. സഹസ്ര കലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, മെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തി മൂർത്തിയേത്ത് സുധാകരൻ നമ്പൂതിരി ബ്രഹ്മകലശവും, ഓദിക്കൻ കക്കാട് ചെറിയ വാസുദേവൻ നമ്പൂതിരി കുംഭേശ കലശവും, ശാന്തിയേറ്റ കീഴ്ശാന്തി മാഞ്ചിറ കേശവൻ നമ്പൂതിരി കർക്കശ്ശേരി കലശവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, കെ പി വിശ്വനാഥൻ, കെ എസ് ബാലഗോപാൽ, അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ, ക്ഷേത്രം ഡി എ പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാളെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. രാവിലെ 8-ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനും മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളുടെ സന്ദർശനം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സുവോളജിക്കൽ പാർക്കിലേക്കുള്ള പ്രവേശനം. മുതിർന്നവർക്ക് 100 രൂപയും 5 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 30 രൂപയും മുതിർന്ന പൗരന്മാർക്ക് 50 രൂപയും ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് പ്രവേശനം സൗജന്യവുമായിരിക്കും. സുവോളജിക്കൽ പാർക്ക് ചുറ്റിക്കാണുന്നതിന് KSRTCയുടെ 2 ബസ്സുകളും സജ്ജമായിട്ടുണ്ട്. 14 ആവാസ ഇടങ്ങളാണ് സുവോളജിക്കൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. തൃശൂർ മൃഗശാലയിലെ മാനുകൾ, കടുവ, കാട്ടുപോത്ത്, ചീങ്കണ്ണികൾ, സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ 330 മൃഗങ്ങൾ സുവോളജിക്കൽ പാർക്കിലുണ്ട്. ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കുന്നതിന് കഫേറ്റീരിയയും 4 ഫുഡ് കിയോസ്കുകളും സജ്ജമാണ്. പെറ്റിംഗ് സൂ നിർമ്മാണം ഉടൻ തുടങ്ങും. തൃശൂരിൽ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയും മോഷണം പോയി. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഉണ്ണി എന്ന പോലീസുകാരന്റെ ക്വാർട്ടേഴ്സ് കുത്തി തുറന്നാണ് കവർച്ച. ഈ മാസം 22-നായിരുന്നു സംഭവം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സന്തോഷം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വയറിംഗ് കിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. വിവരമറിഞ്ഞ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തും മുൻപേ തീ അണച്ചിരുന്നു. ട്രാക്കിൽ കിടന്നിരുന്ന ബസ്സിൽ യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ബസ്സിൽ പുക ഉയരുന്നത് കണ്ടതോടെ യാത്രക്കാരെ ഇറക്കുകയായിരുന്നു. ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്താണ് തീപിടിച്ചത്. ബസ് നിയന്ത്രിക്കാനാവാതെ വന്നതോടെ മറ്റൊരു ബസ്സിൽ ഇടിച്ചാണ് നിന്നത്. സംസ്ഥാനത്ത് ആദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റ് പ്രഖ്യാപിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ സുധീഷാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ലൈഫ് ഭവന പദ്ധതിക്ക് 25,78,50,000 രൂപയും റോഡുകളുടെ പരിപാലനത്തിന് 12,26,60,000 രൂപയും
കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും മാലിന്യ സംസ്കരണത്തിനുമായി 10 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സ്ത്രീകളുടെ ഉന്നമനത്തിനും ലിംഗസമത്വത്തിനുമായി 7.25 കോടിയും തെരുവുനായ പ്രശ്നത്തിന് പരിഹാരം കാണാൻ 5.1 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. ആകർഷകമായ അനുഭവങ്ങളിലൂടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ആസ്വദിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമായി റോബോ പാർക്ക് പ്രവർത്തിക്കും. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കുന്ന പ്രാദേശിക കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് 86 ലക്ഷം രൂപ നീക്കിവെച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ മികവിനുള്ള സമേതം പദ്ധതിക്ക് 10 ലക്ഷം രൂപ, വയോജനക്ഷേമം ലക്ഷ്യമാക്കുന്ന സുശാന്തം പദ്ധതിയുടെ പ്രവർത്തനത്തിന് 25 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തി. കാർഷിക വികസന രംഗത്തും പ്രത്യേക ഊന്നലുണ്ട്. ജില്ലയിലെ സാംസ്കാരിക രംഗം പരിപോഷിപ്പിക്കാനായി പൂരം പ്രദർശനം, ജലോത്സവങ്ങൾ, ജില്ലാ കേരളോത്സവം എന്നിവയ്ക്കായി 30 ലക്ഷം രൂപ നീക്കിവെക്കും. സംസ്ഥാന സർക്കാരിന്റെ സംരംഭമായ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ ഉൾപ്പെടുത്തി ഗ്രാമീണ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്ന നടപടികൾ സ്വീകരിക്കും. കൂടാതെ ശിശുവികസനം, പട്ടികജാതി പട്ടികവർഗ വികസനം, പാർപ്പിടം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി തുടങ്ങിയ രംഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ബജറ്റ് പ്രഖ്യാപിക്കുന്നു. TCV തൃശൂർ. രോഗികളെ വലച്ച് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. OP ബഹിഷ്കരണവും തുടരുകയാണ്. ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടക്കുമെന്ന് അറിയിച്ചിരുന്ന ഉദ്യോഗസ്ഥതല യോഗം നടന്നിരുന്നില്ല. സർക്കാർ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് സമരം ശക്തമായി തുടരാനാണ് KGMCTയുടെ തീരുമാനം. സമരത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. സമരം മെഡിക്കൽ കോളേജുകളിലെ OP, IP സേവനങ്ങളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിച്ചിട്ടുണ്ട്. അടിയന്തര ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവ മാറ്റിവെക്കുകയാണ്. കനകമല കുരിശുമുടി കയറുന്നതിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് തീർത്ഥാടകൻ മരിച്ചു. കൊടകരയിലെ റൈസ് ആൻഡ് ഓയിൽ മിൽ ഉടമയും പന്തല്ലൂക്കാരൻ ഫ്രാൻസിസിന്റെ മകനുമായ 49 വയസ്സുള്ള ലോനപ്പനാണ് മരിച്ചത്. ഇന്നു രാവിലെ 6:30 കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് മല കയറുന്നതിനിടെ നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തണമെന്ന് കേരള ബ്രാഹ്മണ സഭ അസോസിയേഷൻ. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ അനുകൂലമായ സത്യവാങ്മൂലം നൽകണമെന്നും ബ്രാഹ്മണ സഭ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്വകാര്യ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്കും വിവിധ സമുദായങ്ങളിൽപ്പെട്ട പുരോഹിതർക്കും വരുമാനമില്ലാത്ത സംസ്കൃത വേദ പണ്ഡിതർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ അനുവദിക്കുക, ശങ്കര ജയന്തി ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കുക, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ആദിശങ്കരന്റെ പേര് നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാരിനോട് ഉന്നയിച്ചു. സമുദായ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിഷു കൈനീട്ടം കേരള ബ്രാഹ്മണ സഭയ്ക്ക് എന്ന പദ്ധതി പ്രകാരം വിഷുദിനത്തിൽ 50 ലക്ഷം രൂപ സമാഹരിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് H. ഗണേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ, സംസ്ഥാന ട്രഷറർ KR ജയരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TR ഹരിരൻ, തൃശൂർ ജില്ലാ സെക്രട്ടറി D. മൂർത്തി എന്നിവർ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റ് ജനവിരുദ്ധമാണെന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ പറഞ്ഞു. പല പദ്ധതികൾക്കും തുക വകയിരുത്തിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട ബദൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ഫണ്ട് കണ്ടെത്താൻ മുനിസിപ്പൽ ബോണ്ട് നടപ്പിലാക്കാനുള്ള നീക്കം തിരിച്ചടിയാകും. കഴിഞ്ഞ ഭരണസമിതി മാതൃകാപരമായി നടപ്പിലാക്കിയ ലേണിംഗ് സിറ്റി പദ്ധതിയെ ബജറ്റിൽ പൂർണ്ണമായും അവഗണിച്ചു. പ്ലാസ്റ്റിക്കിൽ നിന്ന് ഡീസൽ പ്ലാന്റ് പദ്ധതി നടപ്പിലാക്കുന്നത് പഠിക്കാനായി കരാറുകാരെ ഏൽപ്പിക്കാനുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിനിടയാക്കി. പാർപ്പിട പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലയ്ക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ല. തങ്ങളാരും വികസന വിരോധികളല്ലെന്നും ജനവിരുദ്ധ ബജറ്റാണ് ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചതെന്നും TR ഹിരൺ പറഞ്ഞു. കുടിവെള്ളത്തിന് യാതൊരു ശാശ്വതമായ പദ്ധതിയും ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്ന് BJP പാർലമെന്ററി പാർട്ടി ലീഡർ രഘുനാഥ് C. മേനോൻ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണസമിതി അനധികൃതമായി പിരിച്ചെടുത്ത നികുതി പണം തിരിച്ചു നൽകിയാൽ തൃശൂർ കോർപ്പറേഷനിൽ എങ്ങനെ വികസന പദ്ധതി നടപ്പിലാക്കുമെന്ന് മേയർ വ്യക്തമാക്കണം. വികസനത്തിന് രാഷ്ട്രീയം മാറ്റിവെച്ച് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും BJP പാർലമെന്ററി പാർട്ടി ലീഡർ ആവശ്യപ്പെട്ടു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പുതിയ പാലത്തിന് പച്ചക്കൊടി. കനോലി കനാലിന് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 46.31 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്.
2016-17 സംസ്ഥാന ബജറ്റിലാണ് പാലം നിർമ്മാണത്തിന് തുക വകയിരുത്തിയിരുന്നത്. കിഫ്ബിയുടെ സഹായത്തോടെ 24.72 കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത്. ഇൻലാൻഡ് വാട്ടർവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാലത്തിന്റെ നീളം 289.6 മീറ്ററിൽ നിന്ന് 363.6 മീറ്ററാക്കി വർദ്ധിപ്പിച്ചു. 17 സ്പാനുകളിലായി 11 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക. 2 വശങ്ങളിലായി 300 മീറ്റർ അപ്രോച്ച് റോഡും നിർമ്മിക്കും. ആധുനിക രീതിയിലാണ് പുല്ലൂറ്റ് സമാന്തര പാലം നിർമ്മിക്കുന്നത്. ജോലി വാഗ്ദാനം ചെയ്ത് കോലഴി പഞ്ചായത്ത് പ്രസിഡന്റ് NA സാബു 27 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. അഞ്ചേരി സ്വദേശി എലുവത്തിങ്കൽ ഔസേപ്പും ഭാര്യ ലീനയുമാണ് ബന്ധു കൂടിയായ സാബുവിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മകന് ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 12.5 ലക്ഷം രൂപയും മകൾക്ക് തൃശൂർ അർബൻ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 15 ലക്ഷം രൂപയും വാങ്ങിയതായാണ് പരാതി. പണം നൽകി 5 വർഷം കഴിഞ്ഞിട്ടും ജോലി ലഭിച്ചില്ല. പണം തിരികെ കിട്ടിയില്ലെന്നും ഇവർ പറഞ്ഞു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ കണ്ടെങ്കിലും ആരും പ്രശ്നത്തിൽ ഇടപെട്ടില്ലെന്നും നിയമ നടപടി സ്വീകരിക്കാനാണ് ഉപദേശിച്ചതെന്നും ഔസേപ്പ് പറഞ്ഞു. ഇത് സംബന്ധിച്ച് വിയ്യൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഔസേപ്പ് വ്യക്തമാക്കി. മാള പഞ്ചായത്തിലെ ജലനിധിയുടെ സ്കീം ലെവൽ കമ്മിറ്റികൾ പിരിച്ചുവിടാൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. സ്കീം ലെവൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് അതിന്റെ നിയന്ത്രണം പഞ്ചായത്ത് ഭരണസമിതി ഏറ്റെടുക്കണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. കുടിവെള്ള വിതരണത്തിന്റെ കേടായ മീറ്ററുകൾ മാറ്റാനും ജലനിധിയുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ മറ്റൊരു കമ്മിറ്റി രൂപീകരിക്കാനും വികസന സ്ഥിരം സമിതിയിൽ തീരുമാനമായി. മുല്ലശ്ശേരി പഞ്ചായത്തിന്റെ ദീർഘകാല പ്രസിഡന്റും CPM നേതാവുമായിരുന്ന ചേമ്പിൽ ചന്ദ്രന്റെ 5ാം ചരമവാർഷിക അനുസ്മരണം നടന്നു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം AK ഹുസൈൻ അധ്യക്ഷനായി. മുരളി പെരുന്നെല്ലി MLA, മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് തെക്കേത്തുറവിൽ കുറുമാലിപ്പുഴയിലെ തോപ്പിൽ കടവിൽ അജ്ഞാത പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം അഴുകിയ നിലയിലാണ്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മുല്ലശ്ശേരി പേനകത്ത് കഞ്ചാവ് ചെടി ബക്കറ്റിൽ വളർത്തിയ നിലയിൽ കണ്ടെത്തി. പേനകം മരക്കമ്പനിയുടെ സമീപത്തുള്ള കൽവർട്ടിനോട് ചേർന്നുള്ള റോഡരികിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. പാവറട്ടി പോലീസ് കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായ നോമ്പുകാല ധൂമപ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ അണിനിരന്നു. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ വിശ്വാസ പ്രതിഷ്ഠ തൃശൂർ അതിരൂപതയിൽ എന്നല്ല ഭാരത ക്രൈസ്തവർക്കിടയിൽ പോലും അപൂർവമാണ്. നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പുലർച്ചെ പ്രത്യേക പ്രാർത്ഥനകളോടെ ധൂമാർച്ചനയുമായി പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണം ഏറെ വ്യത്യസ്തത പുലർത്തുന്നതാണ്. ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റാട്ടുകര ഉൾപ്പെടുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801, 1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിച്ച് കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നു. ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ അന്ന് വളരെ കുറവായിരുന്നു. ദേവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ് പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. TCV ന്യൂസ്, പാവറട്ടി. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കോൾനിലങ്ങളിലും പാടശേഖരങ്ങളിലും കൃഷിയിറക്കുന്ന മുഴുവൻ കർഷകർക്കും നെൽവിത്ത് സൗജന്യമാക്കാൻ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി 2026-27 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കർഷകരെ സഹായിക്കുന്ന പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. വികസന സെമിനാറിൽ 35 ലക്ഷം രൂപയാണ് പദ്ധതിക്ക് നീക്കിവച്ചിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി വെങ്കിടങ്ങ്, എളവള്ളി, മുല്ലശ്ശേരി എന്നീ കൃഷിഭവനങ്ങളിലേക്കാണ് തുക കൈമാറുക. ആകെയുള്ള 3333 ഏക്കർ കൃഷിസ്ഥലത്തേക്ക് കിലോയ്ക്ക് 42 രൂപ വിലയുള്ള നെൽവിത്ത് ഏക്കറിന് 25 കിലോ വീതമാണ് സൗജന്യമായി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വികസന സെമിനാർ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് AA ഫിജിന അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആൻഡോ ലിജോ, ഗ്രേസി ജേക്കബ്, ജനപ്രതിനിധികളായ MK അനിൽകുമാർ, ലിജി റോയ്, റസിയ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. പ്രായം തളർത്താത്ത പോരാളികൾക്കും അതിജീവിതമാർക്കും കരുത്തു പകർന്നുകൊണ്ട് 55ാം വയസ്സിലും കാൽപന്ത് തട്ടാൻ തയ്യാറെടുക്കുകയാണ് മുൻ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം CV സീന. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ 7ാം പതിപ്പിന് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഇന്ന് തുടക്കം കുറിക്കും. സിറ്റി ക്ലബ്ബ് ചാലക്കുടിയെ നയിക്കുന്നത് CV സീനയാണ്.
ഫെബ്രുവരി 27 മുതൽ ഏപ്രിൽ 7 വരെ നടക്കുന്ന ലീഗിൽ 8 ടീമുകളാണ് ഈ വർഷം പങ്കെടുക്കുന്നത്. 40 വർഷത്തിലധികമായി ഫുട്ബോളിൽ സജീവമായി നിൽക്കുന്ന സീന ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിലെ 10ാം നമ്പർ താരമായി നിരവധി തവണ രാജ്യത്തിനു വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുണ്ട്. വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നതിനും ഫുട്ബോളിലേക്ക് കൂടുതൽ പെൺകുട്ടികൾ കടന്നുവരുന്നതിനും കളിക്കളത്തിലേക്കുള്ള തന്റെ തിരിച്ചുവരവ് കാരണമാകുമെന്നാണ് സീനയുടെ പ്രതീക്ഷ. ചാലക്കുടി ISV ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ക്ലബിന്റെ പരിശീലനവും തയ്യാറെടുപ്പുകളും നടന്നുവരുന്നത്. വാർത്താസമ്മേളനത്തിൽ ടീം ക്യാപ്റ്റൻ CV സീന, വൈസ് ക്യാപ്റ്റൻ AS ഹൃദ്യ, മാനേജർ ജോസ് റാഫേൽ, അഭിജിത്ത് ടോമി, പാർത്ഥിവ് കേശവ് എന്നിവർ പങ്കെടുത്തു. കലാസാംസ്കാരിക കൂട്ടായ്മയായ മണപ്പുറം സമീക്ഷയുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാമു കാര്യാട്ട് സമഗ്ര സംഭാവന പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ സമ്മാനിക്കും. 25,000 രൂപയും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. CKG വൈദ്യർ സ്മൃതി പുരസ്കാരം മുൻ സ്പീക്കറും മന്ത്രിയുമായിരുന്ന VM സുധീരനും, കവി P സലീംരാജിന്റെ പേരിലുള്ള പുരസ്കാരം കവയത്രി അനിത തമ്പിക്കും, KV പീതാംബരൻ സ്മൃതി പുരസ്കാരം പ്രമുഖ തൊഴിലാളി കർഷക നേതാവ് PR കറുപ്പനും സമ്മാനിക്കും. 10,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. മാർച്ച് 7 തളിക്കുളത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വാർത്താസമ്മേളനത്തിൽ രക്ഷാധികാരികളായ MP സുരേന്ദ്രൻ, VN രണദേവ്, പ്രസിഡന്റ് MB സജീവൻ, സെക്രട്ടറി TS സുനിൽകുമാർ, ജോയിന്റ് സെക്രട്ടറി VR പ്രഭ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മഴ സാധ്യത കണക്കിലെടുത്ത് 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഇവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. മഴ മുന്നറിയിപ്പുണ്ടെങ്കിലും മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനം നടത്താം. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്ര വാദ്യകലാ വിദ്യാലയം സുവർണ ജൂബിലി ആഘോഷിച്ചു. പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. ചടങ്ങിൽ വിവിധ വ്യക്തികളെ ആദരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, ദേവസ്വം വേദസംസ്കാര പഠന കേന്ദ്രം ഡയറക്ടർ P നാരായണൻ നമ്പൂതിരി, PTA പ്രസിഡന്റ് K ബാഹുലയൻ എന്നിവർ സംസാരിച്ചു. വളരെ അവസാനിപ്പിക്കാൻ അതുകൊണ്ട് ചടങ്ങ് ഇന്ന് ആ കലാകാരൻ ഗുരുവായൂരിന്റെ ഭക്തൻ ഗുരുവായൂർ അധ്യാപകർ ഒത്തുചേർന്നാണ് ശ്രീ മച്ചാട് മലയാള ശ്രീ മച്ചാട് മലയാള അതിനൊക്കെ വന്നു. കൊടകര സഹൃദയ കോളേജിൽ ദേശീയ സെമിനാറിനോടനുബന്ധിച്ച് പ്രദർശനമൊരുക്കി. കൊച്ചി രാജ്യത്തെ പോലീസ് മുദ്ര ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കൾ വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവവും അറിവും സമ്മാനിച്ചു. കാലടി ശ്രീശങ്കര സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ K ഗീതാകുമാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി 5, 6, 7 ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ക്രിയേറ്റീവ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. 38 സ്റ്റാളുകളിലായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുട്ടിക്കടകൾ കാണികൾക്ക് കൗതുകമായി. കുട്ടികളുണ്ടാക്കിയ പഠനോൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, ഭക്ഷണപാനീയങ്ങൾ, അലങ്കാര വസ്തുക്കൾ, തുണിയിൽ തീർത്ത ഉൽപ്പന്നങ്ങൾ, കൗതുക വസ്തുക്കൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, മാലകൾ, കളിപ്പാവകൾ, മിനിയേച്ചർ വാഹനങ്ങൾ തുടങ്ങിയവയാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. സ്വന്തം കഴിവുകളും സൃഷ്ടിപരമായ ചിന്തകളും വിനിയോഗിച്ച് നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ക്രിയേറ്റീവ് ഫെസ്റ്റിൽ നിറക്കാഴ്ചയായത്. പ്ലംബിംഗ്, കാർഷികം, കുക്കിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഫാഷൻ ഡിസൈനിംഗ്, വുഡ് വർക്ക് തുടങ്ങിയ മേഖലകളിൽ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നവീന ഉൽപ്പന്നങ്ങൾ സന്ദർശക ശ്രദ്ധ ആകർഷിക്കുന്നതായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ DPC SSK ഡോക്ടർ NJ ബിനോയ് അധ്യക്ഷത വഹിച്ചു. കളക്ടർ അർജുൻ പാണ്ഡ്യൻ, DDE PM ബാലകൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി. DPO KB ബ്രിജി, ഡയറ്റ് പ്രിൻസിപ്പാൾ ഡോക്ടർ D ശ്രീജ, DPO NK രമേശ്, തൃശൂർ ഈസ്റ്റ് AEO ജിജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുകയും തൊഴിൽ മേഖലയുമായി ബന്ധിപ്പിച്ച പഠനാന്തരീക്ഷം രൂപപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ക്രിയേറ്റീവ് കോർണർ പദ്ധതിയിൽ ലക്ഷ്യമിടുന്നത്. TCV തൃശൂർ. കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാഗപൂജ നടന്നു. ആശ അനീഷിന്റെ പുള്ളുവൻ പാട്ടും വിശേഷാൽ പൂജകളും നടന്നു. ചടങ്ങുകൾക്ക് അഴകത്ത് മനക്കൽ വിഷ്ണു നമ്പൂതിരി, മേൽശാന്തി വെങ്ങണിശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് കൊച്ചുണ്ണി എ കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,810 രൂപ, പവന് 1,18,480 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. ചികിത്സാ പിഴവ് ആരോപിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കാസർകോട്ടേക്ക് സ്ഥലം മാറ്റം. ശിഖ സുരേന്ദ്രൻ തൃശൂർ കളക്ടറാകും. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് നാളെ തുടക്കം. നാളെ വൈകിട്ട് ഉത്സവത്തിന് കൊടിയേറും. ആനയോട്ടം നാളെ. ആനയോട്ടത്തിൽ മുൻനിരയിലോടാനുള്ള 3 ആനകളെ തെരഞ്ഞെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാളെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പാർക്ക് തുറന്നുകൊടുക്കും. തൃശൂർ ഈസ്റ്റ് പോലീസ് ക്വാർട്ടേഴ്സിൽ മോഷണം. 50,000 രൂപയും 4 പവന്റെ മാലയുമാണ് മോഷണം പോയത്. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന സന്തോഷം എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്ഥാനത്താദ്യമായി കാലാവസ്ഥാ കർമ്മ പദ്ധതിക്ക് രൂപം നൽകി തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ്. തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന് ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളെയും ABC ഷെൽട്ടർ പരിധിയിൽ കൊണ്ടുവരുമെന്നും ബജറ്റിൽ പ്രഖ്യാപനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.